ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. കുറേ തക്കാളി ഇന്ന് കിട്ടി, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തക്കാളി കൊണ്ട് അവിയൽ ഉണ്ടാക്കി കാണിക്കാമെന്ന്. അപ്പം ഇത് ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തക്കാളി അവിയൽ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വെറും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 3-4 തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2-3 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം തക്കാളിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ വിട്ടുപോയതാണ്. ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് തേങ്ങ, പിന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു കളറിന് വേണ്ടി, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരയണ്ട, ഒന്ന് നമ്മൾ സാധാരണ അവിയലിനൊക്കെ അരയ്ക്കുന്ന പോലെ. നമ്മുടെ തക്കാളി എന്തായെന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തക്കാളി ആയതുകൊണ്ട് തന്നെ വേഗം വേകുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വേകാനുണ്ട്, അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അരപ്പൊക്കെ വെന്ത് ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഒഴിക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും മതി, ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി അവിയൽ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി അവിയൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പം കഴിക്കാൻ, അതുപോലെ ചപ്പാത്തി, ചോറ്, ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ മിക്കവാറും ചപ്പാത്തിക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ ബൈ.